നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരുമല ആശുപത്രിയിൽ അത്യാധുനിക MRI മെഷീനിൻ്റെയും പരുമല ഇൻ്റർനാഷണൽ കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിച്ചു. അത്യാധുനിക MRI മെഷീനിൻ്റെ വരവോടുകൂടി ഏറ്റവും മികച്ച ക്ലിനിക്കൽ റേഡിയോളജി സേവനം ഉറപ്പാക്കാൻ പരുമല ആശുപത്രിക്ക് സാധിക്കുന്നു. പരുമല ആശുപത്രി CEO MC പൗലോസ് അച്ഛൻ്റെ സ്വാഗത പ്രസംഗത്തോടുകൂടി ആരംഭിച്ച യോഗത്തിൽ നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പരുമല ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീകുമാർ, ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ അഷീബ് അബ്ദുൾ ഹഖ്, ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ പണിക്കർ, ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അനിരുദ്ധ് നായർ എന്നിവർ സംസാരിച്ചു. പ്രസ്തുത യോഗത്തിൽ പരുമല ആശുപത്രിയുടെ എമർജൻസി സ്ട്രോക്ക് നമ്പർ പ്രകാശനം ചെയ്തു. ഒരു അപകടത്തെ തുടർന്ന് ദീർഘനാളത്തെ ആശുപത്രിവാസത്തിന് ശേഷം തൻ്റെ കഠിന പ്രയത്നം മൂലം കലാരംഗത്തേക്ക് തിരിച്ചുവന്ന പ്രശസ്ത മിമിക്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീ മഹേഷ് കുഞ്ഞുമോനെ പരുമല ആശുപത്രി ആദരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ, ആശുപത്രി സെക്രട്ടറിയും പ്രൊജക്ട് ഡയറക്ടറുമായ ശ്രീ വർക്കി ജോൺ, ന്യൂറോ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ ദീപു ചെറിയാൻ എന്നിവർ സംസാരിച്ചു. OVBS ക്ലാസുകൾ ആരംഭിച്ചു. വേനൽ അവധിക്കാലം കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ക്ലാസുകളിൽ നമ്മുടെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ മൂല്യങ്ങളിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തോട് ചേർന്ന് വളരുവാൻ ഈ വർഷത്തെ OVBS ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലുവ UC കോളേജ് മുൻ പ്രിൻസിപ്പൽ മല്ലപ്പള്ളി ശാന്തിപുരം പടിഞ്ഞാറേക്കുറ്റ് ഡോക്ടർ CJ തോമസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ചവറ MSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യ പ്രിൻസിപ്പൽ എന്ന നിലയിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദീർഘകാലം അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ മധ്യമേഖല സഹകാരി ഫോറം കൺവീനർ ആയിരുന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. വന്യ ഡോക്ടർ KG ഫിലിപ്പോസ് കോറെപ്പിസ്കോപ്പായുടെ കോറെപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷ ഏപ്രിൽ 6 ശനിയാഴ്ച അമേരിക്കയിൽ ഡാളസിലുള്ള സെൻറ് മേരീസ് വലിയ പള്ളിയിൽ വെച്ച് അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെയും അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മദ്ബഹ ശുശ്രൂഷകരുടെ വാർഷിക പരിശീലന ക്യാമ്പ് ഏപ്രിൽ 16, 17, 18 തീയതികളിൽ പരുമല സെമിനാരിയിൽ നടത്തപ്പെടുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാന നഗരമായ എഡിൻബർഗിൽ പുതിയ കോൺഗ്രിഗേഷനിൽ പ്രഥമ വിശുദ്ധ കുർബാന നടത്തപ്പെട്ടു. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ നാമധേയത്തിലാണ് ഇടവക സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസ്തുത ദേവാലയത്തിൻ്റെ പ്രഥമ വിശുദ്ധ കുർബാന ഏപ്രിൽ 6 എഡിൻബർഗ് ഹോളിക്രോസ് പള്ളിയിൽ വെച്ച് രാവിലെ 8:30 ഫാദർ സജി C. ജോണിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. 100-ൽ പരം ആളുകൾ സംബന്ധിച്ച വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് 2024-2025 വർഷത്തെ ഇടവക ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് +44 75 87 35 1426 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവിതാംകോട് അരപ്പള്ളി വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ പുതു ഞായറാഴ്ചയോടുകൂടി ഭക്തി പുരസ്സരം കൊണ്ടാടി. വിശുദ്ധ തോമസിൻ്റെ ഞായർ എന്നാണ് പുതു ഞായറാഴ്ച അറിയപ്പെടുന്നത്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. പെരുന്നാളിൻ്റെ ഭാഗമായി ഭക്തി നിർഭരമായ റാസ, ധ്യാനയോഗങ്ങൾ, തീർത്ഥാടന വാരാഘോഷം, നേർച്ച എന്നിവ നടത്തപ്പെട്ടു. അഖില മലങ്കര പ്രാർത്ഥന യോഗം 2024-25 പ്രവർത്തന വർഷത്തെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത മുൻ വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ ഡോക്ടർ MO ജോണിന് നൽകി പ്രകാശനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ റിട്ടയേർഡ് വൈദികരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി
പരിമല സെമിനാരിയിൽ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്തായുടെ അധ്യക്ഷതയിൽ നടന്നു. ഓസ്ട്രേലിയയിലെ മെൽബൺ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തെ മലങ്കര സഭയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ഡൽഹി ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ യൂഹാനൻ മാർ ദിമത്രിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ സുജിൻ വർഗീസ് മാപ്പിള, ഫാദർ എബ്രഹാം ജോർജ് ന്യൂയോർക്ക്, SMIOC വികാരി ഫാദർ അജി വർഗീസ്, ശ്രീ സക്കറിയ ചെറിയാൻ, ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ വിനോ കുര്യൻ, ഇടവക സെക്രട്ടറി ശ്രീ ബിജു സൈമൺ, ട്രസ്റ്റി ശ്രീ ലജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രമീകരണങ്ങൾക്ക് ഇടവക മാനേജിംഗ് കമ്മിറ്റിയും വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങളും നേതൃത്വം നൽകി. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെല്ലൂർ സ്നേഹഭവനു വേണ്ടി 10 ലക്ഷം രൂപ ഇടവക മെത്രാപ്പോലിത്തയ്ക്ക് കൈമാറി. മലങ്കര സഭാ കേസുകളുടെ കേന്ദ്രതല കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അങ്കമാലി ഭദ്രാസനത്തിലെ കേസുകൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് അഭിവന്യ യൂഹാനൻ മാർ ദിയോസ്കോറസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടന്നു. മൂല്യാധിഷ്ഠിതമായ ജീവിതം മുഖമുദ്രയാക്കാൻ യൗവനക്കാർ ശീലിക്കണം. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പോലിത്ത. മൂല്യച്യുതിയുടെ കാലത്ത് മൂല്യാധിഷ്ഠിത ജീവിതം ശീലിക്കണമെന്നും ധാർമ്മികതയും ജീവിതവിശുദ്ധിയും നിഷ്ഠയുമാണ് യൗവനകാലത്ത് പാലിക്കേണ്ട ജീവിത നിയമങ്ങൾ എന്നും അവ പാലിക്കുന്നവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിച്ചാലും ആദരവ് ലഭിക്കുമെന്നും അഭിവന്യ എബ്രഹാം മാർ സെറാഫിം തിരുമേനി പറഞ്ഞു. ദുബായ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സൺഡേ സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി UAE മേഖല സംഘടിപ്പിച്ച ടീനേജേഴ്സ് ക്യാമ്പിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അഭിവന്യ തിരുമേനി. ക്രോസ് റോഡ്സ് 2024 എന്നതായിരുന്നു ചിന്താവിഷയം. മേഖലാ പ്രസിഡന്റ് ഫാദർ ഉമ്മൻ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. വന്യ ഫിലിപ്പ് M സാമുവേൽ കോറെപ്പിസ്കോപ്പ, ഇടവക വികാരി ഫാദർ ബിനീഷ് ബാബു, മേഖലാ ഡയറക്ടർ ശ്രീ ജോൺ ഫിലിപ്പ്, സെക്രട്ടറി ജോബിൻ ജേക്കബ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. UAEയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമായി 700-ൽ പരം കുട്ടികൾ സംബന്ധിച്ചു. പാലാരിവട്ടം സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അംഗം ഡോക്ടർ ജോൺ കെ വെട്ടത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1960-കളിൽ കേരളത്തിലെ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ പ്രമുഖ കാർഡിയോ തൊറാസിക് സർജനും ജനറൽ സർജനുമാണ് അദ്ദേഹം. എറണാകുളം മുളന്തുരുത്തി സ്വദേശിയായ ഡോക്ടർ ജോൺ കെ വെട്ടാർ വെട്ടത്ത് CMC ലുധിയാന, MGDM ഹോസ്പിറ്റൽ കങ്ങഴ, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോലഞ്ചേരി, കൊച്ചി ലൂർദ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 70-ാം വയസ്സിൽ വിരമിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ശ്രീനാരായണപുരം ഐരൂർക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദരിക്കപ്പെട്ട കൊല്ലം മാധവശ്ശേരി സെൻറ് തെവോദോറോസ് ഇടവകയിലെ യുവവൈദികരായ ഫാദർ വർഗീസ് ഫിലിപ്പിനും ഫാദർ മാത്യു P ജോസിനും മൈസൂർ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ PhD കരസ്ഥമാക്കിയ കുമാരി പിഞ്ചു എലിസബത്ത് തോമസിനും പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ PhD ലഭിച്ച ഡോക്ടർ അനീറ്റ എലിസബത്ത് മാത്യു കൊച്ചമ്മയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.